അവരുടെ ജീവിതത്തിലുള്ള സഹായം അർപ്പിച്ച ദശാംശത്തിനായ സ്വന്തം വഴിപാടിനായ സ്വന്തം കാര്യങ്ങളിൽ എല്ലാം പ്രിയപ്പെട്ടവരെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ വിഷയങ്ങളും സഹോദരത്തോടും ദൈവകായ സ്വന്തം സൂക്ഷിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് നൽകിയാലെ മാനിക്കാം. പ്രാർത്ഥന കേട്ടതോട് സ്വന്തം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ കർത്താവിന്റെ അതിവിശുദ്ധമായ നാമത്തോട് സമയം കർത്താവിന്റെ വാക്കുകളിലായിരിക്കാൻ ദൈവം വലിയ അവകാശത്തിലൂടെ ശ്രദ്ധിക്കുന്നു. നമ്മുടെ കർത്താവിന്റെ ദാസനെ ഒരു 15-20 മിനിറ്റ് താഴെ ദൈവത്തിലൂടെ സംസാരിക്കും. അതിനായി കർത്താവിന് ശേഷം നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ആശ്രയിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂമി ആശ്രയിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, 2024 വർഷം ജനുവരി മാസം 7-ാം തീയതി ഞങ്ങൾക്ക് ദാനമായി നൽകി കൃപയോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പുതിയ വർഷം ആരംഭിച്ച 1-ാം നിമിഷം മുതൽ ഈ സമയം വരെ ഞങ്ങൾ ഓരോരുത്തരെയും, ഞങ്ങളെ താവേ തലമുറകളെയും ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും കർത്തദാസന്മാരെയും കുടുംബങ്ങളെയും ഞങ്ങളെ താവേ സ്വന്തം താവേ കാര്യങ്ങളെല്ലാം കർത്താവ് അത്ഭുതമായി ഉള്ളങ്കയിൽ വഹിച്ച് ഞങ്ങൾ ഈ മരുഭൂമിയിൽ യാത്രയെ താവേ സ്വന്തം വഴി നടത്തുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെയും ഞങ്ങൾക്ക് ദാനം നൽകി കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ കരുണയ്ക്കായി ദയയ്ക്കായി വിശ്വസിക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദുഷ്ടപിശാച് ഞങ്ങളെ തകർക്കുവാൻ ഈ വർഷം ഈ കഴിഞ്ഞ ദിവസങ്ങൾ താവേ ശ്രമിച്ച അവരുടെ സകല ശ്രമത്തിന്മേലും നസ്നായ യേശുക്രിസ്തു നാമത്തിൽ പിതാവായ ദൈവം ഞങ്ങൾക്ക് നൽകിയ ജയത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് പകൽ താവ് ആലയത്തിൽ വന്ന് ഇത്രത്തോളം ആരോഗ്യത്തോടെ ബലത്തോടെ താവ് അങ്ങേ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെല്ലാം കർത്താവ് സഹായിച്ചു കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. അതാവേ വരും ദിവസങ്ങൾ താവ് ആയുസ്സമാക്കി നൽകിയ ഞങ്ങൾ താവേ മക്കളെ താവേ തലമുറകളെയും അതാവ് യവനക്കാരെ സഹോദരി സഹോദരന്മാരെ വാഴ്ചകളെ മാതാപിതാക്കളെ രോഗികളെ അതാവേ കർത്തദാസന്മാരെ കുടുംബങ്ങളെല്ലാം കർത്താവ് ധാരാളം അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതാവേ അങ്ങനെ ശക്തി പകർന്ന് തന്റെ ജനത്തെ ശക്തി നൽകുന്ന ദൈവം, സമാധാനം നൽകിയ താവേ സ്വന്തം അനുഗ്രഹിക്കുന്ന ദൈവത്തിന് വലിയ പ്രവൃത്തി വർഷം പൂർണ്ണമായി അനുഭവിപ്പാൻ ഞങ്ങളെല്ലാം സഹായിക്കണം അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൊണ്ട് സാധിക്കില്ല. അപ്പം അങ്ങ് കൂടെ ഇരുന്ന് അതാവ് അങ്ങ് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങ് മഹത്വപ്പെടുത്താൻ ഓരോ നിമിഷവും ഞങ്ങൾ ഈ വർഷം സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രവൃത്തിക്കായി സ്തോത്രം പ്രാർത്ഥനയായി സ്തുതിക്കുന്നു. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമ്മൾ സ്തോത്രം ഈ പകലും അനുഗ്രഹിക്കപ്പെട്ട സഭായോഗത്തിൽ നിങ്ങളോട് കൂടെ ആയിരിക്കാൻ എനിക്കും സ്തോത്രം എൻ്റെ ഭാര്യ ശോശമ്മയ്ക്കും കർത്താവ് നൽകിയ സാവകാശം കൃപയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കടന്ന എല്ലാ ദൈവമക്കൾക്കും ദൈവദാസന്മാർക്കും കുടുംബങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കർത്താവായ യേശുനാമത്തിൽ സ്നേഹബന്ധം അറിയിക്കുന്നു. ഒരു സ്തോത്രം പകൽ ദൈവസന്നിധിയിൽ ഈ വർഷത്തിൻ്റെ പ്രാരംഭ ഞായറാഴ്ച ദൈവസന്നിധിയിലായിരിക്കുവാൻ സഭായോഗമായി കൂടുവാൻ കർത്താവ് നൽകി കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മളെല്ലാം കർത്താവ് ഉള്ളങ്കയിൽ വഹിച്ച കൃപയ്ക്കായി സ്തോത്രം. കൃത്യമായി ഇന്നത്തെ സഭായോഗത്തിൽ സ്തോത്രം അല്പം ഒരു ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വ്യത്യാസം കർത്താവ് വരുത്തി ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതിന് മുഖാന്തരമായി തീർന്ന പൊന്നമ്മാമയ്ക്കായി സ്തോത്രം കർത്താവ് തന്നെ ധാരാളം അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല ആ സ്തോത്രം ദൈവദാസിക്ക് വേണ്ടി സ്തോത്രം നമ്മൾ സാധന ചെയ്യുന്ന പോലെ കത്രമേശയുടെ അവസാനമാണ്, പക്ഷേ അത് ഇടയ്ക്ക് കൂടി കയറ്റി സ്തോത്രം അതിന് സമയങ്ങൾ മാറ്റി ഓർത്ത് ഞാൻ പാസ്റ്റിന് നന്ദി പറയുന്നു. കർത്താവിന് ആത്മാവ് അങ്ങനെ ഒരു ആലോചന നൽകി താൻ അതിന് വിധേയപ്പെട്ടു. മാത്രമല്ല ദൈവസഭയും ഓരോ ദൈവമക്കളും അതിനുവേണ്ടി തന്നോട് കൂടെ നിന്ന് ആ ശുശ്രൂഷയിൽ ഒന്നിച്ച് നമുക്ക് ഒരുമിച്ച് പങ്കെടുക്കുവാൻ കർത്താവ് നൽകിയ സാവകാശം ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്ററിനിടയ്ക്ക് പ്രസംഗത്തിൽ സ്തോത്രം ഒരു കാര്യം പറഞ്ഞു, പാരമ്പര്യങ്ങൾ വിടണമെന്ന് ആരോടായിട്ട് പറഞ്ഞത്. പക്ഷേ ഈ പാരമ്പര്യം നമുക്ക് ചിട്ടകൾ മാത്രമല്ല സ്തോത്രം മാനുഷ്യ കൽപ്പനകൾ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ കാര്യമാണ്. മാനുഷ്യ കൽപ്പനകൾ അത് ഭയപ്പെടുവാനോ സ്തോത്രം അതെല്ലാം തിരുത്തുന്ന കാര്യമല്ല. ചിലതൊക്കെ ചിലപ്പോൾ സമയങ്ങൾ വന്നാൽ ആത്മാവ് പറയുന്നത് നീ അത് ചെയ്യേണ്ട, നീ മാറിപ്പോ, അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടത് പറയുമ്പോൾ മാറ്റുവാൻ ഒരു മനസ്സ് നമുക്ക് വേണം. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതി. അതാണ് കർത്താവിൻ്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന മനുഷ്യൻ, കുടുംബം, സഭ.
നോ സ്വോത്രം. പോട്ടെ. സ്വോത്രം എനിക്കല്ല സ്വോത്രം, അങ്ങോട്ടല്ല സ്വോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ വർഷം സ്വോത്രം കർത്താവ് നൽകുന്ന എല്ലാ കൃപകൾക്കായ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്വപ്പെടുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനം ഭാഗത്ത് നിന്ന് കർത്താവിൻ്റെ ദാസൻ അതേ വളരെ ശക്തമായി വ്യക്തമായി നമ്മോട് സംസാരിച്ച് കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യോഗ്യനായ സ്തുതിക്ക് യോഗ്യനായ കർത്താവിനെ എല്ലായ്പ്പോഴും. അതുകൊണ്ട് പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാത്തിനും പറച്ചിൽ മാത്രമല്ല പറയണം. അതുകൊണ്ട് ആ ഒരു ഒറ്റ വാക്ക് നീട്ടി വലിച്ച് പറയേണ്ട കാര്യം വന്നെന്താ, എന്നിട്ടും നമ്മൾ പറയില്ല. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞ് എല്ലാത്തിനും സ്തോത്രം ചെയ്യുവിൻ. പ്രൈസ് ദി ലോർഡ്. ദാവീദ് രാജാവ് എന്ന് രാജാവായിട്ട് ഞാൻ ചിന്തിക്കാൻ ആ രാജാവിൻ്റെ സമയം പുള്ളി സമയങ്ങൾ മാറ്റി വെക്കും. നമ്മൾ സമയം മാറ്റി വെക്കാറില്ല. പ്രൈസ് ദി ലോർഡ്. രാജാവായിട്ടും തൻ്റെ പഴയ കാലം മറന്നില്ല. ഞാൻ ഇടയനായിരുന്നു, അവിടെ നിന്ന് കർത്താവ് എന്നെ തൻ്റെ ജനത്തെ, എൻ്റെ ജനത്തിനല്ല ദൈവത്തിന് ജനത്തിന് രാജാവാക്കി വെച്ചു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ സ്തോത്രം പറയും. പ്രൈസ് ദി ലോർഡ്. അതെവിടെ, ആലയത്തിൽ പോയി. വീട്ടിൽ നിന്ന് നമുക്കിപ്പോൾ സ്വസ്ഥമുണ്ട്, വീട്ടിൽ നിന്ന് സ്തോത്രം പറഞ്ഞു. പക്ഷെ അന്ന് അവർക്ക് അങ്ങനെയല്ല. സ്തോത്രയാഗമുണ്ട്. ആ യാഗം അർപ്പിക്കാൻ വേണ്ടി ആലയത്തിൽ പോകണം. അപ്പം അതിന് സമയം മെനക്കെട്ട് സമയം മാറ്റി വെച്ച് രാജാവ് പോയി. കാരണം പഴയ നിമിത്ത പ്രമാണമുണ്ട്. അതിപ്പോൾ ഇന്ന് വായിക്കാൻ താല്പര്യപ്പെടുന്നില്ല. സ്വന്തം വേഗത്തിൽ പാസ്റ്റർ 15-20 മിനിറ്റ് തന്നെങ്കിലും അത്രയും ഞാൻ ഇന്ന് എടുക്കുന്നില്ല. പുതിയ വർഷമാണല്ലോ, പുതിയ ആഴ്ചയാണ്. ഞാൻ തീരുമാനം കർത്താവിന് ഇനി സമയം വഹിക്കുന്ന പരിപാടിയേ ഇല്ല. അപ്പം എത്രയായാലും എത്ര ദൂതൊക്കെ നീ തന്നാലും അതൊക്കെ മതി. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ാം അധ്യായം 15-ാം വാക്യം വായിച്ച് 1 മണിക്കൂർ സംസാരിക്കാനുണ്ട്, എന്നാലും അത്രയൊന്നും എടുക്കുന്നില്ല. സ്തോത്രം. 58-ന്റെ 15-ാം വാക്യം, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 58-ന്റെ 11. യഹോവ നിന്നെ സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും വരണ്ട നിലത്തിലും നിന്റെ വിശപ്പ് അടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തുകയും ചെയ്യും. നീ നനവുള്ള തോട്ടം പോലെയും വെള്ളം വറ്റിപ്പോകാത്ത നീരുറവ പോലെയും ആകും. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവ യെശയ്യാപ്രവാചകന്റെ പുസ്തകം യെശയ്യാവ് അതേസമയം കർത്താവിൻ്റെ ഒരു അതേ പൊങ്ങി സിംഹാസനം മാത്രമല്ല കണ്ടത്. നാം ഇന്ന് അതേ സ്തോത്രം തിരുവെഴുത്ത് വായിച്ചപ്പോൾ 53-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതേ സ്തോത്രം പങ്കപ്പാടുകൾ കഷ്ടപ്പാടുകൾ കൂടി കണ്ട ഒരു പ്രവാചകനായിരുന്നു. യേശുവിന് മഹത്വം മാത്രമല്ല, യേശു കഷ്ടം അനുഭവിക്കാൻ പോകുന്ന ആ അനുഭവങ്ങൾ താൻ ആത്മാവിൽ ദർശനങ്ങൾ പ്രാപിച്ചാണ് ആ 53-ാം അധ്യായം എഴുതുന്നത്. അവനെ തകർത്തെളിവാൻ യഹോവയ്ക്ക് ഇഷ്ടം. പ്രൈസ് ദി ലോർഡ്. പിതാവായ ദൈവത്തിന്, സർവശക്തനായ ദൈവത്തിന് എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി പുത്രനെ തകർത്ത് കളയുവാൻ അവന് ഇഷ്ടം തോന്നിയെന്ന്. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുക്കാൻ വേണ്ടി സ്വന്തം പുത്രനെ ആദരിക്കാതെ എന്ന് പൗലോസ് പറയുന്നു. ആദരിക്കാൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ, യേശു ക്രിസ്തുവിനോട് കൂടെ സകലവും തരാതിരിക്കുമോ? ഇല്ല. സ്തോത്രം. ഇവിടെ പറയാണ് ഹല്ലേലൂയ. അവിടെ പറയാണ് യഹോവ നിന്നെ എല്ലായ്പ്പോഴും നടത്തുകയും, എല്ലായ്പ്പോഴും നമ്മൾ നടത്തുന്ന ഒരു കർത്താവ് മാത്രമല്ല, ആ കർത്താവ് എന്ത് ചെയ്യുന്നു, വരണ്ട നിലത്തും നിന്റെ വിശപ്പ് അടക്കുന്ന ദൈവം. കർത്താവ് അങ്ങനത്തെ പ്രവർത്തിയ ദൈവത്തിന് ഇഷ്ടം. സമൃദ്ധിയിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയല്ല, ഇല്ലായ്മയിൽ അനുഗ്രഹിക്കുവാൻ. സ്തോത്രം. അത് വരണ്ട നിലം. നിലം എങ്ങനെയാണ്? വരണ്ടതാണ്. അവസ്ഥ എങ്ങനെയാണ്? വരണ്ടതാണ്. അത് വയറ്റിലെ അവസ്ഥ ആയിക്കോട്ടെ, എൻ്റെ ഭാര്യയുടെ പോലെ വയറ്റിലെ അവസ്ഥ ആയിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, സഭയുടെ വിഷയമായിക്കോട്ടെ, വരണ്ടതാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് അവിടെ പ്രവർത്തിക്കാൻ താല്പര്യം. സ്തോത്രം. മനസ്സിലായില്ല? പിശാചിന് മുമ്പാകെ പറയാൻ വേണ്ടിയാണ് ഞാൻ അടച്ചു. ദൈവം അടച്ചു. ദൈവം ചിലതൊക്കെ അടച്ചു. പക്ഷെ അവിടെ നിന്ന് പിശാചേ, നിന്റെ മുൻപാകെ ഞാൻ എൻ്റെ ജനത്തെ അനുഗ്രഹിക്കും, ഞാൻ എൻ്റെ ജനത്തെ വിടുവിക്കും, ഞാൻ ആ അടച്ചത് തുറക്കും. ഒരു സമയത്ത് തുറക്കുന്ന സമയമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ വരണ്ട നിലത്തും അവനെന്ത് ചെയ്യും? നിന്റെ വിശപ്പ് അടക്കുന്ന ദൈവം. മറ്റെല്ലാവർക്കും വിശപ്പുള്ളപ്പോൾ നിന്റെ വിശപ്പ് ഉണ്ട്. പക്ഷെ നിന്റെ വിശപ്പിന് ഈ വരണ്ട നിലത്ത് ആ സമയത്ത് ആ ദേശത്ത് ഞാൻ നിനക്ക് ആഹാരം തരും. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന അന്നുള്ള ആഹാരം. നിന്റെ വിശപ്പ് അടക്കി മാത്രമല്ല, ആ നീ കഴിക്കുന്ന അല്പം കൊണ്ട് ഒരു അപ്പമായിരിക്കും, ഒരു പാത്രം കഞ്ഞിയായിരിക്കും, പക്ഷെ അതുകൊണ്ട് നിന്റെ അസ്ഥികളെ ഞാൻ ബലപ്പെടുത്തും. സ്തോത്രം. ഞാനിവിടെയാ, അവിടെ അല്ല. സ്തോത്രം.
ഈ ചില പിള്ളേർക്ക് അറിയാലോ, നമ്മളിപ്പോൾ പഠിക്കുന്ന സമയത്തൊക്കെ തന്നെയാണ്, നമ്മൾ ചില സാറുമാരെയും ടീച്ചർമാരെയും നമുക്ക് ഇഷ്ടമല്ല. അവർ ആ സബ്ജക്റ്റ് വരുമ്പോഴത്തേക്ക് ആ ദിവസം വരുമ്പോഴത്തേക്ക് അയ്യോ ടീച്ചർ ഇന്ന് വരാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്നെക്കുറിച്ച് അങ്ങനെ ഒന്നും പ്രാർത്ഥിക്കാറില്ല എന്ന് എനിക്കറിയാം, സ്തോത്രം. എന്നാലും സ്തോത്രം, ചില ഭാഷമാരെ കുറിച്ച് അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ട്, സ്തോത്രം. എന്നാലും കർത്താവ്, എന്നാലും എന്താണ് പാഠവലിയല്ലേ പഠിപ്പിക്കണ്ടേ? ടീച്ചർ എത്ര ദിവസം വരാതിരിക്കും? അല്ലേ? വർഷം മുഴുവനും അവധി എടുക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. ഓണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ പോകണം, എവിടെ മരിച്ചു പോകണം. അപ്പം അതും ദൈവം സമ്മതിച്ചില്ല. ഇതുവരെ ആരോടും അങ്ങനത്തെ പ്രാർത്ഥന ആരും കേട്ടില്ലല്ലോ. സ്വതന്നെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അതുകൊണ്ട് പാസ്റ്റർമാർ അങ്ങനെയൊന്നും പോകില്ല, സ്തോത്രം. പക്ഷേ ഞാൻ വേഗം പോകും, സ്തോത്രം. കർത്താവ് കൃപയാലോട് ഇത് കണ്ടോ, ആരും ചോദിച്ചില്ലല്ലോ. ഞാൻ നിൽക്കുമ്പോൾ എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ കാണിച്ചത് കുഴപ്പമില്ല. ചെറുതായിരുന്നല്ലേ, ഇത്ര വലുതായി. ഇതിൽ പോക്കാണ്ട് ഇങ്ങനെ ഒരു എന്താ ലിഫ്റ്റ് വേണം. JCB കൃപയാൽ സ്തോത്രം. നമ്മുടെ സാംബാസ്റ്ററെ പരിചയപ്പെട്ടു, ഇവിടുത്തെ സാംബാസ്റ്ററെ പരിചയപ്പെട്ടു, സ്തോത്രം. അവിടെ പാസ്റ്റർ ബൈബിൾ വന്നു, പാസ്റ്റർ ഉപയോഗിച്ച്, ഇവിടുത്തെ പാസ്റ്റർ തന്നെ സാംബാസ്റ്റർ, ഇവിടുത്തെ സാംബാസ്റ്റർ സാംപി ജോർജ് പാസ്റ്റർ തന്ന ബൈബിളാണ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇത്രയും വലുത് എനിക്ക് പൊക്കാൻ പറ്റില്ല, ഇപ്പോഴത്തെ ആരോഗ്യം ഇല്ല. ആ ചെറുതന്നെ, പക്ഷേ എന്നാലും ഇല്ല പാസ്റ്റർ പറഞ്ഞില്ല, ബൈബിൾ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ സ്തോത്രം. വീടില്ലെന്ന് പറഞ്ഞാൽ വീട് വരുമോ? സ്തോത്രം. പക്ഷെ വീടാകാൻ പോവാം. പക്ഷെ നിങ്ങളിൽ നിന്ന് അല്പം ഒന്ന് ദൂരെ ആട്ടാ. തിരിച്ച് വടക്കൻ ദേശം എനിക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമാണ്. എൻ്റെ ഭാര്യയ്ക്ക് നേരെ തിരിച്ചും പോട്ടെ. എന്നാലും പ്രാർത്ഥിച്ച് വെച്ചാൽ ഞങ്ങൾ സ്തോത്രം തൃശ്ശൂർ ജില്ലയ്ക്ക് ഇപ്പോൾ മാള പറയുന്ന സ്ഥലത്ത് അവിടെ ഒന്ന് ചെറിയൊരു ആയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അത് നിങ്ങൾ തടസ്സപ്പെടുത്തല്ലേ, പ്രാർത്ഥിച്ച്. പ്രൈസ്. അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ട് പോകും. പ്രൈസ് ദി ലോർഡ്. അത് പോകുന്നതിന് മുമ്പേ പറയും. ഇനിയിപ്പോൾ പോയില്ലെങ്കിൽ ഇനി കാണുമ്പോൾ അയ്യോ പാസ്റ്റർ പോയില്ലെന്ന് ചോദിക്കും വേണ്ട, സ്തോത്രം. കർത്താവ് ചെയ്യുന്ന പോലെ. അത് അപ്പോൾ ഞാൻ പറഞ്ഞത്, എൻ്റെ ജീവിതം ദൈവസന്നിധിയിൽ ഇലാസ്റ്റിക് പോലെയാണ്. കർത്താവ് നീ ഇപ്പോൾ ITയിലേക്ക് ഞാൻ പോകും. ITI ജംഗ്ഷനിൽ വന്ന് ഇറങ്ങുമ്പോൾ കർത്താവ് പറയും ഇവിടെയല്ല, നീ തിരുവല്ലയ്ക്ക് പോകാൻ. അതാണ് പരിപാടി, സ്തോത്രം. അപ്പോൾ ഓരോരുത്തരുള്ള അവർ ആ സമീപനം അനുസരിച്ച് കർത്താവ് ഇടപെടുന്ന കൃപയ്ക്കായ സ്തോത്രം. അപ്പം നിന്നെ അതേ വരണ്ട നിലത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? അവൻ നിന്റെ വിശപ്പടക്കി നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. പിന്നെ നീ നനവില്ല തോട്ടം പോലെയും. എവിടെ? പ്രൈസ് ദി ലോർഡ്. ഈ വരണ്ട നിലത്തെ മാറ്റിക്കൊണ്ട് അവിടെ തന്നെ ദൈവം പറയാണ്, അവിടെ എന്ത് ചെയ്യും? ഞാൻ നിന്നെ അതേ അല്ലല്ലോ തോട്ടമാക്കി തീർക്കും. നനവുള്ള തോട്ടം. ഏത് സമയത്തും ആര് വന്നാലും അവർക്ക് ആശ്വാസദായകനായി അത് ആശ്വാസ വാക്കുകൾ പറയാൻ, അവർക്ക് വേണ്ടി ഇന്ന് കരയുവാൻ, പ്രാർത്ഥിപ്പാൻ ഞാൻ നിന്നെ മാറ്റി തീർക്കും. പ്രൈസ് ദി ലോർഡ്. വരണ്ടതായിരുന്നു, പക്ഷെ ആ വരണ്ട സ്ഥലം, ആ വരണ്ട ഇടം, ആ വരണ്ട അവസ്ഥ ഞാൻ മാറ്റി, ഞാൻ നനവുള്ള തോട്ടമാക്കി തീർക്കും. മാത്രമല്ല അത് പറ്റിപ്പോകാത്തൊരു ഉറവയാക്കി തീർക്കും. സ്തോത്രം. ഞാൻ ആക്കും, മാത്രം ആകും. കർത്താവ് പറയാണ്, ഞാൻ നിന്നെ ആക്കി മാറ്റുമല്ല, നീ അവിടെ ഇരുന്നോണ്ട് ആകുകയാണ്. നിങ്ങൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ആകുകയാണ്. ആക്കി തീർക്കാൻ മാത്രമല്ല, അതിലുപരിയായി അവിടെ ഇരുന്നുകൊണ്ട് ചില മാറ്റങ്ങൾ നിങ്ങൾക്കും നിങ്ങൾ മുഖാന്തരം ആ ഇടത്തിനും ഒരു മാറ്റം ഞാൻ വർത്തിക്കും. അതിന് നല്ല ഉദാഹരണം യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. അത് നമ്മുടെ നിങ്ങൾ വായിച്ച 53-ാം അധ്യായം നമ്മൾ വരുമ്പോൾ പറയാണ്, അവൻ വരണ്ട നിലത്തെന്ന പോലെ അവൻ മുളയ്ക്കും. 53:2. വരണ്ട നിലത്ത് നിന്ന് വേർ മുളയ്ക്കുന്ന പോലെ അവന്റെ മുമ്പാകെ വളരും. ആരെ മുമ്പാകെ? ദൈവസന്നിധിയിൽ. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ്. അത് മാത്രമല്ല, രണ്ടാം വശം അവൻ പിശാചിന് മുമ്പാകെ വളരും. അവന്റെ ജനത്തിങ്കൽ തന്നെ അവൻ നശിപ്പിക്കാൻ പിശാച് ശ്രമിച്ചു. അത് അവനെ കുറിച്ച് മാത്രമല്ല, അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അങ്ങനെ തന്നെയാണ്. എന്ന് വിശ്വാസ കാഴ്ചയോട് വെച്ചോ, എന്ന് സ്നാനപ്പെട്ട അന്ന് മുതൽ പോരാട്ടങ്ങൾ, യുദ്ധങ്ങൾ തുടങ്ങി. പിന്നെ വളർച്ച പ്രാപിക്കുന്നതനുസരിച്ച് ഇത് കൂടുട്ടോ. രണ്ടാമത് സ്തോത്രം. മറുവശം പലരും പറയാറുണ്ട്, എനിക്ക് ഒരു പോരാട്ടവും ഇല്ല. കാരണം കർത്താവിൻ്റെ കൂടെ അല്ലാത്തതുകൊണ്ട്. പിശാചിൻ്റെ കൂടെ ആയാൽ പിന്നെ അവൻ്റെ കൂടെ സത്യത്തെയാണെങ്കിൽ പിന്നെ അവന് പോരാടേണ്ട ആവശ്യമില്ല. അവനോട് എതിരായി തീരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിമിത്തമായി, വചനം വിശ്വസിക്കുന്ന നിമിത്തമായി, വചനം പ്രസ്താവിക്കുന്ന നിമിത്തമായി അത് എന്തൊരു പോരാട്ടങ്ങൾ വരും. പക്ഷെ അവിടെ എല്ലാം കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അവനെ കുറിച്ച് പറയുന്നത്, അവന്റെ മുമ്പാകെ എവിടെ? വരണ്ട നിലത്താണ് യേശു വളർന്നത്. റോമ സാമ്രാജ്യം ഏറ്റവും ശക്തിയോടെ നിൽക്കുന്ന സമയത്ത്. അതുകൊണ്ട് ഇവിടെ ആര് വന്നാലും, ആര് ഭരിച്ചാലും അവനെ ശാസിക്കാൻ പോകണ്ട. പക്ഷെ ഉപരിയായി പ്രാർത്ഥിച്ചാൽ മതി, ഉപവാസം എടുക്കണം. കർത്താവ് എന്നിലുള്ള ആത്മശക്തിയെ ഞാൻ വർദ്ധിപ്പിക്കുവാൻ, എൻ്റെ കുടുംബം അത് ഏറ്റെടുക്കുവാൻ, എൻ്റെ സഭാ ശക്തി ഏറ്റെടുക്കുവാൻ, ആ ആത്യന്ത ശക്തി
അവരെ യേശുക്രിസ്തു ശാസിച്ചോ? ദൈവം തന്നെ വെച്ച സമയം റോമ സാമ്രാജ്യം ഏറ്റവും അതിൻ്റെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്താണ് യേശു ജനിച്ചത്. ഹെരോദാവ് ഉള്ള സമയത്താണ് യേശു വന്നത്. യേശു നിമിത്തം വേറെ കുഞ്ഞുങ്ങൾ മരിച്ചു. യേശു നിമിത്തം പല കുഞ്ഞുങ്ങൾ മരിച്ചു. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ദൈവത്തിന്റെ പ്ലാൻ ആയിരുന്നു, അവൻ മരിച്ചാലും അവന്റെ പദ്ധതി പ്രകാരം അവന്റെ സമയത്ത് അവൻ ചെയ്യേണ്ടത് അവൻ ചെയ്തു. എന്തിനു വേണ്ടി? വേറെ അനേക ആയിരക്കണക്കിന് എല്ലാ കോടാനുകോടി ജനത്തിനു വേണ്ടി രക്ഷകനായി അവൻ വന്നുവെങ്കിൽ അവർക്ക് മുമ്പും ആ കാലത്തും ഇന്നുവരെയുള്ള സകല അത് മനുഷ്യന്റെ സ്തോത്രം അത് രക്ഷയ്ക്ക് വേണ്ടി അവൻ വന്നു. ചിലർ മരിച്ചുവെങ്കിലും പ്രൈസ് ദി ലോർഡ് അത് കുഞ്ഞുങ്ങളായോണ്ട് ആ ദൈവസന്നിധി എത്തും. പക്ഷെ പാപികൾക്ക് വേണ്ടി ഈ മകൻ വന്നു. പാപത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഈ മകൻ വന്നു. ശാപങ്ങളെ മാറ്റുവാൻ ഈ മകൻ വന്നു. എന്തിനു വേണ്ടി? തന്നോട് കൂടെ ഒരു കൂട്ടത്തെ ചേർക്കുവാൻ. പ്രൈസ് ദി ലോർഡ്. അവൻ കൊടുത്ത വില അത് നിസ്സാരമല്ലായിരുന്നു. സ്വന്തം ആ വാക്യങ്ങൾ ഒന്ന് വേഗത്തിൽ വായിക്കാം. 53-4 വാക്യങ്ങൾ. അവൻ മനുഷ്യനാൽ അല്ല സഹോദരി 2 തൊട്ട് വായിച്ചു, 2ന്റെ പകുതി തൊട്ട്. അവന് രൂപഗുണം ഇല്ല. ആർക്ക്? അഗ്നിജ്വാലിക്കുന്ന കണ്ണുള്ളവൻ, മാർന്ന് പൊൻകച്ച കെട്ടിയവൻ, സൂര്യശക്തിയോടെ മുഖമുള്ളവൻ, സകലത്തെ സൃഷ്ടിച്ചവൻ, സകലത്തെ അധികാരിയായവൻ, സകലത്തെ മുഖാന്തരമായവൻ, അവന് രൂപഗുണം ഇല്ലെന്ന്. ആർക്ക് വേണ്ടി? ഇതിനു മുമ്പേ ചെയ്യേണ്ടതാ. അങ്ങനെ വ്യവസ്ഥ ഒന്നുമില്ല. ഏത് സമയത്തും ധ്യാനിക്കാൻ. പാസ്റ്റോറിന്റെ സ്തോത്രം പറയുന്നത് എന്തിനാണ്? വീട് കിട്ടിയോണ്ടോ, വണ്ടി കിട്ടിയോണ്ടോ, മക്കൾ എവിടെ പോയോണ്ടോ, എല്ലാ ഉപരിയായ സ്തോത്രം എനിക്ക് വേണ്ടിയിട്ട് പാപത്തിന് വേണ്ടി മരിച്ചവരുവനുണ്ട്. സ്തോത്രം. ഞാൻ അത് അറിയാതെ പോയ വർഷങ്ങളുണ്ട്. പക്ഷേ കർത്താവ് ഇന്ന് ഒരിക്കലും ഈ 2024 ഒരു അതേ വെള്ളിയാഴ്ച പ്രാർത്ഥനയോ ഞായറാഴ്ച സഭായം ഒന്നും മുടങ്ങാതെ, അതേ ഉപവാസ പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ അങ്ങയുടെ അടുക്കൽ വരും. കാരണം എനിക്ക് വേണ്ടി രൂപമില്ലാത്തവനായി തീർന്നു. എനിക്ക് വേണ്ടി രൂപഗുണമില്ലാത്തവനായി തീർന്നു. വേറെ പറയുന്നത് അവന്റെ മുഖത്ത് അവർ തുപ്പി. അവിടെ വായിച്ചോ. കണ്ടാൽ ആഗ്രഹിക്കത്തക്ക. നമ്മളെല്ലാം സൗന്ദര്യത്തിന് എന്തൊക്കെ ഓടിക്കുന്നല്ലേ, നമ്മൾ ചെയ്യാറില്ല. സ്വത്രം ദൈവമക്കൾക്ക് ആ ദൈവദിവസം മറ്റുള്ള സ്വതം ദൈവമക്കളാന്ന് പറഞ്ഞാലും സ്വത്രം ഇവിടെ വന്നേ പിന്നെ ആദ്യമായിട്ടാണ് നമ്മൾ ഉപവാസ പ്രാർത്ഥനയുടെ ആ വെള്ളിയാഴ്ച ശനിയാഴ്ച ഞങ്ങൾ വന്ന് ശനിയാഴ്ച വന്ന് ഞങ്ങളൊന്ന് പോകുമ്പോൾ സ്വത്രം അവിടെ ഈ ബസ് സ്റ്റോപ്പിന് മീൻ കട ഉണ്ടല്ലോ, മീൻ വെട്ടുന്ന കട. ആർക്കും അറിയില്ലേ? സ്വത്രം ഓരോ മാസമായിട്ട് എനിക്കറിയാമല്ലോ. മീൻ വെട്ടുന്ന കടയിൽ അവിടെ നിങ്ങൾക്ക് നിൽക്കുമ്പോൾ ഒരു അമ്മയും മോളും കൂടി പോന്നു. ഞാൻ വിചാരിച്ചു വിശ്വാസിയാണോ അത് ലോകക്കാരിയാണോ ഇനി മൂന്നാമത്തെ ഒരു സംഭവം ഉണ്ടോ അതാണോ എന്ന് ഒക്കെ ചിന്തിച്ചു പോയി. അങ്ങനെ ഒരു വേഷം ആദ്യമായിട്ട് ബാംഗ്ലൂരിലൊക്കെ കണ്ടിട്ടുണ്ട് പിള്ളേർ അങ്ങനെ വേഷം ധരിച്ചു വരുന്നത്. സ്ലീവ്ലെസ്സും പിന്നെ നെറ്റും. വല പിടിക്കാൻ പോയതോ മീൻ പിടിക്കാൻ പോയതോ എന്ന് അറിയില്ല. സ്വന്തം വലയിട്ട് മുടിയോ സൈഡിലാക്കി അമ്മ അതുപോലെ അതിനും വെട്ടിക്കുന്നത് മോള്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വന്ന് ആദ്യമായിട്ടാണ്, ടൗണിലേക്കൊന്നും പോകാത്ത സ്വത്രം തോന്നുന്നത് നല്ലതാണ് തോന്നുന്നത്. പ്രൈസ് ദി ലോർഡ്. കേട്ടിട്ടുണ്ട് നമ്മുടെ ഈ തിരുവല്ല ഭാഗങ്ങളൊക്കെ മാത്രം തിരുവല്ലക്കാരിയായ എൻ്റെ ഭാര്യ തിരുവല്ലക്കാരിയുണ്ട്. സോ അതുകൊണ്ട് ഈ ഭാഗത്തൊന്നും വരാൻ പണ്ടേ താല്പര്യം വിട്ടുപോയി. പക്ഷേ ദൈവം വായിക്കുമ്പോൾ വരാതിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഇപ്പോൾ വന്നത്. സ്വത്രം 20 വർഷം വരാതിരുന്ന കർത്താവ് ഇപ്പോൾ ഓടിച്ചു വിട്ടു. സോ അപ്പോൾ പറയുന്ന അവിടെ അവന് രൂപഗുണമില്ല, സ്വന്തം കോമളത്വം ഇല്ല, പിന്നെ കണ്ടാൽ ആഗ്രഹിക്കത്തക്ക ഒരു വായിച്ചോ. മതി. സ്വത്രം. എന്നാൽ അവരെ തകർത്തു വരാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനു? നമ്മളെ വീണ്ടെടുക്കുവാൻ. നമ്മുടെ അകത്തേക്ക് നിമിത്തം അവൻ മുറിവേറ്റു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ ഇന്ന് വീണ്ടും സഭയായി കടന്നുവന്ന് അത് മഹത്വപ്പെടുന്ന ദൈവമക്കളെ കർത്താവ് സാധ്യമൊരുക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അതേ വരണ്ട നിലമാണെങ്കിലും വരണ്ട നിലത്തെ അവസ്ഥകൾ മാറ്റുന്ന ദൈവപ്രവർത്തിക്കായി സ്വന്തം അതിനുവേണ്ടി ആവശ്യമുള്ള കഴിഞ്ഞ വർഷം പറഞ്ഞ എസെക്കിയേൽ ദൈവം ശക്തീകരിക്കുന്നു. ദൈവം തന്റെ ജനത്തിന് ബലം കൽപ്പിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കുന്ന എന്തിനു വേണ്ടിയാ? ഈ വരണ്ട നിലങ്ങൾ മാറി ഘോഷത്തിന്റെ ഭവനങ്ങളായി തീരുവാൻ, ഘോഷത്തിന്റെ ജയത്തിന്റെ സ്വന്തം അതേ അധിക ജീവിതങ്ങളായി തീരുവാൻ, ഘോഷത്തിന്റെ ജയത്തിന് ഒരു സഭയായി തീരുവാൻ അതിശക്തിയോടെ 2024 അതേ കർത്താവ് നമ്മളെ സഭയായി ഉപയോഗിക്കുന്ന കർത്താവിന് വേണ്ടി ധീരമായി നിൽപ്പാൻ, അതേ ചില പ്രവർത്തികൾ ചെയ്യുവാൻ, അതേ കർത്താവിന് വേണ്ടി കർത്താവ് രൂപാന്തരപ്പെടുത്തുമ്പോൾ അതേ അനേകർക്ക് ആശ്വാസമായി തീരുവാൻ, ഭയപ്പെടാനല്ല അവർക്ക് ആശ്വാസമായി തീരുവാൻ, അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അതേ പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. ഈ വചനങ്ങൾ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സഭ നൽകിയ ദേവദാസനോട് സഭയുള്ള നന്ദി അറിയിക്കുന്നു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ.
വിശുദ്ധ കരങ്ങളിൽ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. കുടുംബമായിട്ട് ഈ ആലയത്തിലായിട്ട് കടന്നു വരുവാനും മഹത്വപ്പെടുത്തുവാനും ദിവസങ്ങളോട് ഒരുമിച്ച് ദിവസം ആരാധനയെ പങ്കെടുക്കണം. ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കുന്ന നല്ല സമയത്തിനായി സ്തോത്രം. ദേവദാസ് ആരംഭത്തിൽ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പഞ്ചായത്തിൽ 2 മാസമാകുന്നതേ ഉള്ളൂ. വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നു. ആലുവയിൽ എൻ്റെ സ്വദേശം തിരുവല്ലയാണ്. ദേവദാസിന് ആലുവയിലായിരുന്നു. എന്നെ വിവാഹം ചെയ്ത് ആലുവയിലായിരിക്കുന്നു. ഞങ്ങളുടെ കർത്താവിൻ്റെ മേലയുടെ മുഖത്തായിരിക്കുന്നു. ചില പുതിയ ആവശ്യങ്ങൾ മുഖത്തോട് ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ ആയിരുന്നത്. കർത്താവ് ഞങ്ങൾ ഐക്യതയിലൊക്കെ ഞങ്ങൾ സാധാരണ ചെയ്യുന്നത് ആദേശത്തുള്ള ദൈവസഭയോട് ചേർന്ന് അല്ലെങ്കിൽ ഞങ്ങൾ സ്വയമായിട്ട് തന്നെ അതിന് ചുറ്റുമുള്ള ഭവനങ്ങളിൽ വചനവുമായി കടന്നുപോയി കർത്താവിൻ്റെ വചനം അറിയിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ഈ ദേശത്തുമായിരിക്കാൻ ദൈവം അവസരം തന്നു. അതെല്ലാം ഓർമ്മ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവദാസിൽ കൂടെ കേട്ട ദൈവത്തിൻ്റെ ശബ്ദത്തിനായി ഞാൻ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ദൈവം ഞങ്ങളെ നടത്തിയ വഴികൾ വിധങ്ങൾ കാണുപോയ സ്ഥാനങ്ങൾ ഞങ്ങളെ ഉറപ്പിച്ച ഇതുവരെയും കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങളെ തന്നെ വീണ്ടും കരങ്ങളിൽ സമർപ്പിക്കുവാണ്. കർത്താവിൻ്റെ വേലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം നിലനിൽക്കുവാൻ തക്കവണ്ണം ആ നിത്യതയിലാക്കിക്കൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം ഞങ്ങൾ ആഗ്രഹിച്ച ദിവസങ്ങളിലായിരിക്കുന്നു. ദൈവസഭയുടെയും വികാസിനെ പ്രാർത്ഥനയും ചോദിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ ഓർപ്പിച്ച ഒരു വചനം വായിച്ചുകൊണ്ട് ദിവസം ആഗ്രഹിക്കുന്നു. യെശയ്യാ 66:8 വാക്യം. ഈ വക ആർ കേട്ടിട്ടുള്ളൂ, ഇങ്ങനെയുള്ളത് ആർ കണ്ടിട്ടുള്ളൂ? ഒരു ദേശം ഒരു ദിവസം കൊണ്ട് പിറക്കുമോ? ഒരു ജാതി ഒന്നായിട്ട് തന്നെ ജനിക്കുമോ? സിയോനോ നോവുകുട്ടിയുടെ തന്നെ മക്കളെ പ്രസവിച്ചിരിക്കുമോ? ദൈവത്തിന്റെ ആത്മാവിനെ ഓർപ്പിച്ചത് പ്രത്യേകിച്ച ദൈവസഭയാണെങ്കിൽ ഞങ്ങളൊക്കെ ഓരോ വിഷയങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മാനുഷ്യമായ ചില യെശയ്യാ 66 തുടക്കത്തിലൊക്കെ തന്റെ വചനത്തിൽ വയ്ക്കുന്നവരെ ആശ്രയിക്കുന്ന ഒരു ദൈവത്തെ കുറിച്ച് പറയുന്നു. താഴോട്ട് വരുമ്പോഴാണെങ്കിലും അവനെ ആശ്വസിപ്പിക്കുന്നവർ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ ആശ്വാസ വചനം ആശ്വസിപ്പിക്കുന്ന വചനമാണ് കാണുവാൻ കഴിയുന്നു. എന്നാൽ ദൈവത്തെ വ്യക്തമാകാതെ തന്നെ ന്യായം വിധിക്കുന്ന ഒരു ദൈവവചനം അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നു. എന്നാൽ മനുഷ്യ പ്രകാരം ഒരു ദിവസം കൊണ്ട് ഒരിക്കലും ഒരു ദേശം പിറക്കുകയില്ല, ഒരു ജാതി ഒന്നായിട്ട് ഒരിക്കലും പിറക്കുകയില്ല. പല ഘട്ടങ്ങളായി പല സമയങ്ങളെടുത്ത ഉടലെടുക്കുന്ന ഒരു പ്രവൃത്തി ദൈവത്തിന് ഒറ്റ ദിവസം കൊണ്ട് ചെയ്തെടുക്കുവാൻ കഴിയുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പകൽക്കാലം എന്നെ ഓർപ്പിക്കാനിടയായിരുന്നു. ദിവസങ്ങളുടെ മുമ്പാകെ ഓർപ്പിക്കുവാണ്. നമ്മുടെ ജീവിതത്തിൽ ചില സമയങ്ങളെടുത്ത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയമായിരിക്കാം, ചില സമയങ്ങളെടുത്ത് ചില കാലങ്ങളെടുത്ത് ചെയ്യേണ്ടത് നടക്കേണ്ട ഒരു പ്രവൃത്തിയായിരിക്കാം. എന്നാൽ നമ്മുടെ സുരക്ഷിതനായ ദൈവത്തിന്റെ മുമ്പാകെ ഒരു ദിവസം കൊണ്ട് അത് ചെയ്തെടുക്കുവാൻ സുരക്ഷിതനായ ദൈവത്തിന് കഴിയും. ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് അങ്ങനെ ചെയ്യുവാൻ കഴിയും. കഴിഞ്ഞ കാലങ്ങളൊക്കെ ദൈവം ചെയ്ത അത്ഭുതങ്ങളെ അടയാളങ്ങളെ അത്ഭുത പ്രവൃത്തികളോട് ഞാൻ ദൈവത്തെ സ്തുതിക്കുവാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. പകൽക്കാലം ഞങ്ങളെ കുടുംബമായി ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് താഴെയിരിക്കുന്നു. ദൈവസഭയുടെ ദൈവദാസനെ പ്രാർത്ഥിക്കുകയും ചോദിക്കുന്നു. നമ്മളെ തന്നെ ദൈവങ്ങളെ സമർപ്പിക്കുന്ന അവസരം തന്ന ദൈവസഭയുടെ നന്ദി പറയുന്നു.